ഇപ്പം നല്ല വെയിലാണല്ലേ. പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തിക്കരിവാളിച്ച് വല്ലാത്ത രീതിയിലായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും ഗ്ലോ ആകാനും നമ്മുടെ നിറം തിരിച്ചു കിട്ടാനും നിറത്തിനേക്കാളും 2 ഷെയ്ഡ് മുമ്പിൽ നമുക്ക് കളർ തോന്നിക്കാനും കളർ വരാനും തോന്നിക്കാനല്ല വരാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തക്കാളി ഉണ്ടാവില്ലേ. തക്കാളി വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ അടുക്കളയിൽ തന്നെയുള്ളതല്ലേ. തക്കാളി ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് കഴുകി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇത് ഏത് രീതിയിലാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെന്ന് അറിയില്ല. അപ്പോൾ നല്ലപോലെ കഴുകി എടുക്കുക. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക കേട്ടോ. ഇനി ഒരു ജാർ എടുക്കുക മിക്സിയുടെ. ഇനി ആ മിക്സിയുടെ ജാറും നല്ലപോലെ കഴുകുക. കാരണം നമ്മൾ മുളകൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തിടുന്ന സമയത്ത് ചിലപ്പോൾ എരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കട്ട് ചെയ്ത തക്കാളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീരും കൂടി കളഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കും. നന്നായിട്ട് പിഴിഞ്ഞ് നീര് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൈര് വേണം. കട്ട തൈര് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈര്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ഉറവിച്ചതാണ്. അപ്പോൾ വിശ്വാസത്തോടും കൂടി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് കിട്ടണമെന്ന് അറിയില്ല. അതാണ് കേട്ടോ. കുറച്ച് ലൂസാണെങ്കിലും ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കട്ട തൈരുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ദേ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഇത്തിരി ലൂസ് ആയിട്ടുള്ള രീതിയിലാണ്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്കിൻ വൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അരിപ്പൊടി. റൈസ് വാട്ടറൊക്കെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട്, സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അരിപ്പൊടി ചുമ്മാ പാലിൽ മിക്സ് ചെയ്തിട്ടാൽ നല്ലൊരു വ്യത്യാസം നമുക്ക് ഫേസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആമസോണിൽ നിന്ന് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതൊരു സ്കിൻ ലൈറ്റനിങ് ഒരു ബോഡി പോളിഷിങ് ക്രീമാണ്. അതുപോലെ തന്നെ ഈ റെഡ് നമ്മുടെ നല്ലൊരു സ്മെല്ലൊക്കെ തരുന്ന ബോഡിക്ക് നല്ല രീതിക്ക് ഒരു മോയ്സ്ചറൈസർ ആകാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ ഈ ഒരു റെഡ്. ഇത് ഞാൻ ഒരുപാട് നാളായി ഉപയോഗിക്കുന്നത്. ആദ്യം എനിക്ക് ഗൾഫിൽ നിന്നാണ് ഒരാൾ കൊണ്ടുത്തുന്നത്. ഇപ്പം ഞാൻ ആമസോണിൽ നിന്ന് വരുത്താൻ തുടങ്ങി. ബെസ്റ്റാണ്. ഇത് നമ്മുടെ സൺസ്ക്രീമാണ്. ഇത്രയും വെയിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മുടെ സ്കിന്നൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്രീമാണ് സൺസ്ക്രീം. ഇതിൻ്റെ ലിങ്കും താഴ്ത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പറഞ്ഞത് ഒരു പോളിഷിനിങ് ക്രീമാണ്. അതും നല്ലതാണ്. ഇത് നമ്മുടെ ടോണറാണ്. ഇപ്പം നമ്മൾ എല്ലാ ആളുകളും ടോണർ ഉപയോഗിക്കാറുണ്ട്. ഇത് അവോക്കാഡോയുടെ ആണ് കേട്ടോ. ഞാൻ ഒത്തിരി ടോണറുകൾക്ക് ഉപയോഗിച്ചിട്ടും എനിക്ക് ഒരുപാട് നല്ലതായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് മോയ്സ്ചറൈസറാണ് ആ ഗ്രീൻ കളറിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുതേ. അത് നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. അതായത് ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ടൈറ്റ് ആക്കിയിട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തേൻ ഉണ്ടെങ്കിൽ കുറച്ച് തേനും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തേൻ ഒഴിക്കുന്നത് ഒന്ന് സ്കിപ്പായി പോയി. ഇനിയിപ്പോൾ തേൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ. അപ്പോൾ തേൻ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു കല്യാണത്തിനൊക്കെ പോകണം, അതുപോലെ ഒരു ഫംഗ്ഷനൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മുഖമൊക്കെ ഒന്ന് ഡാർക്കായിരിക്കുന്നുണ്ട്, പെട്ടെന്നൊരു വൈറ്റനിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇനി ഇതിപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മുടെ എവിടെയാണോ നമുക്ക് അപ്ലൈ, കയ്യിലും കഴുത്തിലും കാലിലും ഒക്കെ ഡാർക്ക് എവിടെയായിട്ടാണ് തോന്നുന്നത് ആ ഭാഗത്തൊക്കെ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു തരിതരിപ്പ് നമ്മുടെ അരിയുടെ ആ പൗഡറിനുണ്ട്. അപ്പോൾ നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് കഴിഞ്ഞ് ഡ്രൈ ആയി കഴിയുന്ന സമയത്ത് നമ്മൾ ഇവനെ ഒന്ന് കഴുകിക്കളഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ഏതൊരു സംഭവം അപ്ലൈ ചെയ്താലും കഴുകിക്കളഞ്ഞ ഉടനെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാരണം കേട്ടോ. ഇത് നമുക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. രാത്രി കിടക്കുമ്പോൾ ഉപയോഗിച്ചിട്ട് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതിന് ഒരുപാട് പൈസയൊന്നും മുടക്കേണ്ട, അടുക്കളയിലുള്ള സംഭവങ്ങൾ മാത്രം മതി കേട്ടോ. ഫീഡ്ബാക്ക് പറയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒത്തിരി നന്മയോടും കൂടി നന്ദി പറയുന്നു. താങ്ക്